ഇന്ന് ഞാൻ തയ്യാറാക്കാൻ പോകുന്നത് കൊഞ്ച് തീയലാണ്. അതിനു വേണ്ടിയിട്ട് 350 ഗ്രാം കൊഞ്ചാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഇത് ക്ലീൻ ചെയ്തതിന് ശേഷമാണ് ഇത്രയും. ആദ്യം നമുക്ക് തീയലിന് ആവശ്യമായിട്ടുള്ള തേങ്ങ വറുത്തെടുക്കാം. അതിനു വേണ്ടിയിട്ട് 1 കപ്പ് തേങ്ങയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അതിലേക്ക് 1 ടേബിൾ സ്പൂൺ ചുവന്നുള്ളി കനം കുറച്ച് വട്ടത്തിലരിഞ്ഞത്, കുറച്ച് കറിവേപ്പില, ഇത്രയും ചേർത്തിട്ട് നന്നായിട്ട് വറുത്തെടുക്കാം. തീയലിന് തേങ്ങ എടുക്കുമ്പോൾ എപ്പോഴും നല്ല വിളഞ്ഞ തേങ്ങ തന്നെ എടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണേ. ഇതിലേക്ക് ഞാൻ വാളംപുളിയാണ് ചേർക്കുന്നത്. ആവശ്യത്തിനുള്ള പുളി എടുത്ത് കുറച്ച് വെള്ളം ഒഴിച്ച് നമുക്കൊന്ന് കുതിർക്കാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കാം. വാളംപുളിക്ക് പകരമായിട്ട് കുടംപുളി വേണമെങ്കിലും ഈ കറിക്ക് ഉപയോഗിക്കാവുന്നതാണ്. തേങ്ങ നല്ല ബ്രൗൺ നിറമാകുന്നത് വരെ നമുക്കിത് വറുത്തെടുക്കണം. തേങ്ങ ആവശ്യത്തിന് മൂത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ പെരിഞ്ജീരകം, 2 ടീസ്പൂൺ മുളക് പൊടി, 1 ടീസ്പൂൺ മല്ലിപ്പൊടി, ഇത്രയും ചേർത്തിട്ട് 2-3 മിനിറ്റോടെ ഈ മുളക് പൊടിയുടെയും മല്ലിപ്പൊടിയുടെയും പച്ചമണം പോകുന്നത് വരെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഇപ്പം മുളക് പൊടിയും മല്ലിപ്പൊടിയൊക്കെ നന്നായിട്ട് ഫ്രൈ ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇത് തണുത്തതിന് ശേഷം ഒരു മിക്സിയുടെ ജാറിലിട്ട് നന്നായിട്ട് അരച്ചെടുക്കാം. ഇത് നമ്മൾ അരകല്ലിൽ അരച്ചെടുക്കുകയാണെങ്കിൽ വെള്ളം ചേർക്കാണ്ട് അരച്ചാൽ നമ്മുടെ തീയലിന് നല്ലൊരു കളറും എണ്ണയൊക്കെ തെളിഞ്ഞിട്ട് നല്ല ടേസ്റ്റും ഒക്കെ ആയിരിക്കും. ഇപ്പോൾ ഈ തേങ്ങയുടെ കൂട്ട് നന്നായിട്ട് തണുത്തിട്ടുണ്ട്. ഇനി ഞാനിത് മിക്സിയുടെ ചെറിയ ജാറിൽ വെള്ളം ചേർക്കാണ്ട് ആദ്യം ഒന്ന് പൊടിച്ചെടുക്കുകയാണ്. അതിനുശേഷം 1/2 കപ്പ് വെള്ളം കൂടെ ചേർത്തിട്ട് നന്നായിട്ട് അരച്ചെടുക്കാം. ഇനി ഒരു മൺചട്ടി അടുപ്പിൽ വെച്ച് ചൂടാകുമ്പോൾ അതിലേക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ചൂടായിട്ടുണ്ട്. 1 ടീസ്പൂൺ കടുകിട്ട് പൊട്ടിക്കാം. ഇനി ഇതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന ചുവന്നുള്ളി, 1/4 കപ്പ് ചുവന്നുള്ളിയാണ്. ഇത് ചെറുതായിട്ട് കനം കുറച്ച് അരിഞ്ഞതാണ്. ഇത് ചേർത്ത് നന്നായിട്ട് വഴറ്റിയെടുക്കാം. കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുക്കാം. അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ആവശ്യത്തിന് ഉപ്പ്, ഇത്രയും ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കാം. ചുവന്നുള്ളി നന്നായിട്ട് വഴറ്റിയെടുത്തതിന് ശേഷം മാത്രമേ ബാക്കിയുള്ള ചേരുവകൾ അതിലേക്ക് ചേർത്ത് കൊടുക്കാവുള്ളൂ. നന്നായിട്ട് വഴന്നാൽ മാത്രമേ നമ്മുടെ തീയലിന് നല്ലൊരു കൊഴുപ്പ് കിട്ടത്തുള്ളൂ. ഇപ്പോൾ ചുവന്നുള്ളിയൊക്കെ നന്നായിട്ട് വഴന്ന് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് തയ്യാറാക്കി വെച്ചിരിക്കുന്ന അരപ്പ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അരപ്പ് ചേർത്തതിന് ശേഷം നമുക്കിതിന് എത്രയും ഗ്രേവി ആവശ്യമുണ്ടോ അത്രയും വെള്ളം ചേർത്തിട്ട് ഒന്ന് തിളയ്ക്കാനായിട്ട് വെക്കാം. ഇനി നമുക്ക് എടുത്തു വെച്ചിരിക്കുന്ന പുളി കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതിൻ്റെ ഉപ്പും പുളിയൊക്കെ ഒന്ന് ചെക്ക് ചെയ്തിട്ട് ഇത് നന്നായിട്ടൊന്ന് തിളയ്ക്കാൻ വേണ്ടിയിട്ട് അടച്ചു വെച്ച് വേവിക്കാം. നമ്മൾ ഈ മസാലയുടെ ഒപ്പം തന്നെ ഇപ്പോൾ കൊഞ്ചു കൂടി ചേർത്ത് കൊടുത്താൽ അത് വെന്ത് വരുമ്പോഴത്തേക്ക് ഭയങ്കര റബ്ബറി ആയിട്ട് വരും. അതുകൊണ്ട് ഞാൻ ഇപ്പോൾ ചേർക്കുന്നില്ല. ഈ ഗ്രേവിയൊക്കെ ഒന്ന് തിളച്ച് പറ്റി അതിൻ്റെ മസാലയുടെയൊക്കെ ടേസ്റ്റൊക്കെ നന്നായിട്ട് വന്നതിന് ശേഷം മാത്രമേ ചേർത്ത് കൊടുക്കുന്നുള്ളൂ. ഇപ്പോൾ 2-3 മിനിറ്റ് ആയിട്ടുണ്ട്. ഇപ്പോൾ കറി നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഉള്ളിയൊക്കെ വെന്ത് മുകളിലോട്ട് ഇങ്ങനെ വരുന്നുണ്ട്. ഇനി നമുക്ക് തീയെ സിമ്മിലോട്ട് മാറ്റിയിട്ട് ഒരു 2-3 മിനിറ്റ് കൂടി അങ്ങനെ വെക്കാം. അപ്പോൾ എണ്ണയൊക്കെ തെളിഞ്ഞ് മുകളിലോട്ട് വരും. ഇപ്പം നമ്മുടെ കറി എണ്ണയൊക്കെ തെളിഞ്ഞ് നല്ല തിക്കായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് വൃത്തിയാക്കി വെച്ചിരിക്കുന്ന കൊഞ്ച് ചേർത്ത് കൊടുക്കാം. ഈ കൊഞ്ച് ചേർത്തതിന് ശേഷം ഇളക്കി യോജിപ്പിച്ചിട്ട് നമുക്കൊരു 2-3 മിനിറ്റും കൂടെ അടച്ചു വെച്ച് വേവിക്കാം. നമ്മൾ ഈ രീതിയിൽ ഈ തീയൽ തയ്യാറാക്കുന്നത് കൊണ്ട് നമ്മുടെ കൊഞ്ചിൻ്റെ ഗ്രേവിക്ക് നല്ല ടേസ്റ്റ് ആയിരിക്കും. ഉള്ളിയൊക്കെ വെന്ത് നന്നായിട്ട് ഉടഞ്ഞ് കറിയിൽ ചേരും. ഇപ്പോൾ 3 മിനിറ്റ് ആയിട്ടുണ്ട്. ഞാനതിൻ്റെ അടപ്പ് മാറ്റിയിട്ട് 1 മിനിറ്റും കൂടെ ഒന്ന് സിമ്മിൽ വെക്കുകയാണ്. അപ്പോൾ നന്നായിട്ട് എണ്ണയൊക്കെ തെളിഞ്ഞ് റെഡിയാവും.
ഇപ്പോൾ നമ്മുടെ കൊഞ്ച് തീയൽ റെഡി ആയിട്ടുണ്ട്. നമുക്കിത് തണുത്തതിന് ശേഷം സെർവ് ചെയ്യാം.